ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഈ മുതലാളി വന്നതിന്റെ പിറകിലെ കഥ എനിക്കറിയില്ല. കാരണം 5 മിനിറ്റ് സമയം മാത്രമാണ് ആ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ പലതും ഉണ്ടാകും. ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങളുടെ മുതലാളിയുടെ കയ്യിലുണ്ടാകും. അതെനിക്ക് വിഷയമല്ല, എന്റെ പ്രശ്നവുമല്ല. പക്ഷേ ഞാൻ എന്ത് സംസാരിക്കണം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ജനങ്ങൾക്കിടയിൽ എന്ത് പറയണം, എന്റെ പോയിന്റ് എന്തായിരിക്കണം, ഇത് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്. ഞാനാണ്, എന്റെ പ്രസ്ഥാനവും. അതുകൊണ്ട് ഈ വക ഒരു ചപ്പടി വിദ്യയുമായിട്ടും എനിക്കെതിരെ വരണ്ട. അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഒരു പൈസ ചോദിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നത്, അതാണോ സംസാരിക്കുന്നത്? എന്താണ് വീഡിയോ? കഴക്കൂട്ടം സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ കേസ് കൊടുക്കുകയും അതിനെ തുടർന്ന് ആ വീഡിയോ കിട്ടിയ വ്യക്തി തന്നെ ആ വാർത്തയിട്ടത് ക്രൈം ശ്രീമാൻ നന്ദകുമാറാണ്. ആ ക്രൈം നന്ദകുമാർ തന്നെ നേരിട്ട് കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് ഇത് ആർട്ടിഫിഷ്യൽ ഓഡിയോ ആണ് എന്ന് ബോധ്യപ്പെടുകയും കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ അതെല്ലാം വ്യക്തമാക്കുകയും ചെയ്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, എന്റെ കയ്യിൽ ഇത് കിട്ടി. ഒരു ആധാരം കൊടുത്തു അദ്ദേഹത്തിന്. എന്താ ആധാരം? ഹൈവേയില് 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് ആ വാർത്തയിൽ മറ്റൊരു കണ്ടന്റ്. എനിക്ക് ഏതോ ബാങ്ക് ലോക്കറിൽ നിന്ന് ഞാൻ സ്വർണം ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തു എന്നാണ് മറ്റൊരു കണ്ടന്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മക്കൾക്ക് കൂടി 1 പവന്റെ പൊന്ന് ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു അമ്മയാണ്. 2 ആൺകുട്ടികളാണ്. സാധാരണ ആൺകുട്ടികളൊക്കെ അരഞ്ഞാണം ഇട്ട് നടക്കും, കഴുത്തിൽ സ്വർണം ഇട്ട് നടക്കും. എന്റെ 2 മക്കളും സ്വർണം ശരീരത്തില് ഈ നിമിഷം വരെ തൊടാത്ത ആളുകളാണ്. എനിക്ക് ആകെയുള്ളത് നിങ്ങളുടെ മുന്നിൽ ഏത് തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ തന്നെ. നിങ്ങൾ എപ്പോ കണ്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ ആഭരണ വിഭൂഷിതയായിട്ട്? ആളുകൾ അങ്ങനെ നടക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ആ ഒരു പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കുന്നതിൽ കാണാൻ എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതെന്നോ തിരസ്കരിക്കപ്പെട്ട, സമൂഹം വരെ തിരസ്കരിക്കപ്പെട്ട ഒരു ഓഡിയാണ്. അതെല്ലാം പോയി, അതല്ല വിഷയം. പിന്നെ മാധ്യമം സർവേ എടുത്തിട്ടുള്ളത് ഞാൻ വിജയിക്കില്ല, ഞാൻ 3ാമതാണ് എന്ന് വരുത്തി തീർത്താൽ. ദേശീയ ഏജൻസി സർവേ ഉണ്ടായിരുന്നല്ലോ, ദേശീയ മാധ്യമത്തിന്റെ സർവേ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ KCയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം നടക്കുന്നത്, ചെറിയ വോട്ടിംഗ് പെർസെന്റേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് സർവേ ഉണ്ടായിരുന്നല്ലോ. ആ സർവേ കണ്ടും ഞാൻ എന്താണ് സന്തോഷം കൊണ്ട് ഭ്രമിച്ചിട്ടില്ല. ഈ സർവേ വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ 3ാമതാണ് എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ശോഭ ചേച്ചി അങ്ങനെ 3ാമതാണല്ലേ എന്ന് തോന്നലുണ്ടാകും. അതിനാസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു സർവേയാണ്. പക്ഷേ